ലൈല മജ്നൂനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ലൈല മജ്നൂൻ, ലൈലയെ പ്രണയിച്ചിട്ട് ഭ്രാന്തായി പോയ ആളാണ് മജ്നൂൻ. ഖൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ മജ്നൂൻ ഒരിക്കലും ഇങ്ങനെ പട്ടണത്തിലൂടെ നടക്കുമ്പോൾ ലൈലയുടെ ഒരു പട്ടി ഇങ്ങനെ വഴി തെറ്റി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടു. അപ്പൊ ഇയാൾ ലൈലയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആ പട്ടിയെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആ പട്ടിയുടെ പിന്നാലെ ഓടി. പക്ഷെ ഇയാളെ കണ്ടപ്പോൾ പട്ടി ഓടാൻ തുടങ്ങി. ഇയാൾ സർവ്വതും മറിഞ്ഞ് ആ പട്ടിയുടെ പിന്നാലെ ഓടുന്നതിനിടയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുടെ മുന്നിലൂടെ ഇങ്ങനെ അദ്ദേഹം കടന്നുപോയി. അവരെ ശ്രദ്ധിച്ചില്ല, അവരെ കണ്ടില്ല ഇദ്ദേഹം. അവരുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നുപോയി. ഇവര് നമസ്കാരം കഴിഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് മജ്നൂനെ പിടിച്ചിട്ട് അയാളെ കുറെ ചീത്ത പറഞ്ഞു. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ലൈലയോടുള്ള സ്നേഹം മൂത്ത് നിനക്കിപ്പോ കണ്ണ് കാണാതെയായി. നീ ഞങ്ങളുടെ മുന്നിലൂടെ നമസ്കരിക്കുന്ന സമയത്താണ് നടന്നുപോയത്, നീ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടോ? അയാൾ വളരെ താഴ്മയോടുകൂടി മാപ്പപേക്ഷിച്ചു. എനിക്ക് മാപ്പാക്കണം, ഞാൻ ലൈലയോടുള്ള സ്നേഹത്തിൽ മുഴുകിയതിന്റെ പേരിൽ നിങ്ങൾ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ നമസ്കരിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മുന്നിലൂടെ ഞാൻ പോവുമായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ നമസ്കരിക്കാൻ കൈകെട്ടിയത് നിങ്ങൾ അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് വാദിച്ചുകൊണ്ടാണ്. ഞാൻ ലൈലയെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടില്ല. അള്ളാഹുവിനോട് നിങ്ങൾക്കും യഥാർത്ഥ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ എന്നെ കാണൂലായിരുന്നു കേട്ടോ. മജ്നൂനാണ് പറഞ്ഞെങ്കിലും പറഞ്ഞത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ലൗ കുന്തും തുഹിബ്ബൂന അല്ലാഹ കമാ ഉഹിബ്ബു ലൈല മാ റഅയ്തുമൂനി ഖത്തു. ഞാൻ ലൈലയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ നമസ്കാരത്തിൽ ഒരിക്കലും നിങ്ങൾ എന്നെ കാണുമായിരുന്നില്ല കേട്ടോ.